2023 G20 ഉച്ചകോടി നടന്നതിനു ശേഷം നടന്ന എല്ലാ PSC പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം G20 ഉച്ചകോടിയെ കുറിച്ചാണ്. നിങ്ങൾ ഏതൊരു ചോദ്യപേപ്പർ ഇപ്പം നടക്കുന്ന പരീക്ഷകളുടെ ഏതൊരു ചോദ്യപേപ്പർ എടുത്തു നോക്കിക്കോളൂ, 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു ചോദ്യമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് G20 ഉച്ചകോടിയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ വായിക്കാം. G20 ഉച്ചകോടി 2023മായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു, നരേന്ദ്രമോദി ചെയർമാനായിരുന്നു, വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു, 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ വിശദമായി തന്നെ നമുക്ക് G20 ഉച്ചകോടിയെ കുറിച്ച് പഠിക്കണം. ഈ ഒരു ചോദ്യം മാത്രമല്ല കേട്ടോ, ഒരുപാട് ചോദ്യങ്ങൾ G20യുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇപ്പം നടക്കുന്ന എല്ലാ പരീക്ഷകളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇതുപോലെ PSCയുടെ ഹോട്ട് ടോപ്പിക്സ്, എല്ലാ പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രാത്രി 8 മണിക്ക് നമ്മൾ ലൈവ് ക്ലാസ് വരുന്നുണ്ട്. ലൈവ് എന്ന് പറയുമ്പോൾ മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറേ പേരായിട്ട് ടെലിഗ്രാം വഴിയും യൂട്യൂബിലൂടെ കമൻ്റ് ആയിട്ട് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മിസ്സേ ലൈവ് കിട്ടുക, അതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യുക, ഫ്രീ ആയിട്ടാണോ അതോ പൈസയ്ക്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെയാണ്, നമ്മൾ യൂട്യൂബിലൂടെയാണ് ലൈവ് കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ഇനി അങ്ങനെയും നോട്ടിഫിക്കേഷൻ വരുന്നില്ല, വീഡിയോസ് മിസ്സായി പോകുന്നു എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓരോ വീഡിയോസും നമ്മൾ ഇടുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാമിലും കൂടെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോസ് പോലും മിസ്സായി പോവാതെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്താം. പിന്നെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും വീഡിയോസ് ഒക്കെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. 3 വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എഫേർട്ടിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കേട്ടോ, സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആയിട്ടുള്ള G20 ഉച്ചകോടിയുടെ ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് G20 ഉച്ചകോടി എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 2023 G20 ഉച്ചകോടിയിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ G20 ഉച്ചകോടി എന്ന് വെച്ചാൽ എന്താ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ 20 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് G20 ഉച്ചകോടി എന്ന് പറയുന്നത് കേട്ടോ. ആയിരുന്നു എന്ന് പറയുന്നതാവും ശരി. 20 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ആയിരുന്നു. അപ്പം അതിലെന്തോ മാറ്റം വന്നിട്ടുണ്ട് എന്നല്ലേ? അതെ. അപ്പം 2023 വരെ 20 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു G20 എന്ന് പറയുന്നത്. 19 രാജ്യങ്ങളും ഒരു യൂറോപ്യൻ യൂണിയനും കൂടെ ചേരുന്നതായിരുന്നു. 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്ന് അങ്ങനെയായിരുന്നു 20 കേട്ടോ. അങ്ങനെയാണ് 20 രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞത്. അതിനോടൊപ്പം ഇപ്പോൾ ഒരു യൂണിയനും കൂടെ ചേർന്നിട്ടുണ്ട്. 2023 ആഫ്രിക്കൻ യൂണിയൻ. അപ്പോൾ ഇതൊരു ചോദ്യമാണ് പരീക്ഷയ്ക്ക്, ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാം. G20 എന്ന് പറയുന്ന കൂട്ടായ്മയിലോട്ട് പുതിയതായി സ്ഥിരം മെമ്പറായിട്ട് ചേർന്ന രാജ്യം ഏത് അല്ലെങ്കിൽ യൂണിയൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആഫ്രിക്കൻ യൂണിയൻ ആണ്. ആഫ്രിക്കൻ യൂണിയൻ 2023 ഇതിൽ മെമ്പർ ആവുന്നത് കേട്ടോ. അപ്പോൾ 20 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു G20. 19 രാജ്യവും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഇപ്പൊ 2023 ആഫ്രിക്കൻ യൂണിയനും കൂടി ചേർന്നതോടുകൂടി G20 എത്ര മെമ്പേഴ്സായി? 21 മെമ്പേഴ്സ് ഇപ്പോൾ നിലവിൽ ഉണ്ട്. 2023 എത്ര മെമ്പേഴ്സ് ഉണ്ട്? 21 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ G20 എന്ന് പറയുന്നത് ആദ്യം ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1997-98 കാലത്തിൽ വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ആഗോള സാമ്പത്തിക
സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപം കൊണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊണ്ടത്? ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇത് ആദ്യം രൂപം കൊള്ളുന്ന സമയത്ത്, അതായത് 1999 ഇത് ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് കേട്ടോ. 1999 ഇത് ഫോം ചെയ്യുന്ന സമയത്ത് G7 എന്നായിരുന്നു ഇതിന്റെ പേര്. ഓക്കെ, അതായത് ഇതിൽ 7 രാജ്യങ്ങളായിരുന്നു മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. G7 എന്നായിരുന്നു പേര്. അപ്പോൾ ആ 7 രാജ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് അറിയണ്ടേ? അപ്പോൾ അവയുടെ പേര് ഞാൻ പറയാം. ഒന്ന് അമേരിക്ക. 7 രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ആദ്യം ഫോം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്? ഒന്ന് അമേരിക്ക, 2 ഫ്രാൻസ്, 3 കാനഡ, 4 ഇറ്റലി, 5 ജർമ്മനി, 6 ജപ്പാൻ, 7 UK. ഇങ്ങനെ 7 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ G7 എന്ന് പറയുന്നത്. പിന്നീട് അതിലോട്ട് ഒരു രാജ്യം കൂടെ ആഡായി. ആരാണ്? റഷ്യ ആഡായി. അതിനുശേഷം അടുത്ത 4 രാജ്യങ്ങൾ വന്നു. ഏതൊക്കെയായിരുന്നു 4 രാജ്യങ്ങൾ? ബ്രസീൽ വന്നു, അത് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്ക വന്നു. ബ്രസീൽ വന്നു, ദെൻ അത് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്ക വന്നു, ദെൻ അത് കഴിഞ്ഞ് വന്നത് ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യ വന്നു, പിന്നെ ചൈന വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 രാജ്യങ്ങൾ വന്നു. അപ്പോൾ 7 എണ്ണമായി, റഷ്യ കൂടി ആയപ്പോൾ 8 എണ്ണമായി, പിന്നെ 4 രാജ്യങ്ങൾ വന്നപ്പോൾ 12 എണ്ണമായി. അടുത്തതായിട്ട് അടുത്ത രാജ്യങ്ങൾ വന്നു. ഏതൊക്കെയാ? മെക്സിക്കോ വന്നു, അത് കഴിഞ്ഞ് അർജന്റീന വന്നു. മെക്സിക്കോ, അർജന്റീന. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ. യൂറോപ്യൻ യൂണിയൻ ആണ് വന്നത്. അത് കഴിഞ്ഞ് ടർക്കി വന്നു, ദെൻ അത് കഴിഞ്ഞ് സൗദി അറേബ്യ വന്നു, ഇന്തോനേഷ്യ വന്നു, ദെൻ സൗത്ത് കൊറിയ വന്നു, ദെൻ ഓസ്ട്രേലിയ വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയും രാജ്യങ്ങൾ വന്നു. അങ്ങനെയാണ് G20 എന്ന ഫോമിലോട്ട് മാറിയത്. ഇപ്പോൾ വീണ്ടും എന്തായി? ഒരെണ്ണം കൂടെ ആഡായി. 2023 ആഡായത്. ആരാണ്? ആഫ്രിക്കൻ യൂണിയനും കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, സ്ഥിരം മെമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ ആയിട്ട് ഇങ്ങനെയാണ് 21 അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ G20 രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. സോ ഈ രാജ്യങ്ങളുടെ പേരുകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഏതൊക്കെയാണ്? 21 അംഗങ്ങൾ ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. 21. അതിൽ 2 യൂണിയൻ ഉണ്ട്, യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും. 19 രാജ്യങ്ങളും ഉണ്ട്. അതിൽ ആഫ്രിക്കൻ യൂണിയൻ വരുന്നത് 2023 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവര് എന്താണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്? ആദ്യം വരുമ്പോൾ അവരുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനെ തരണം ചെയ്യുക, ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി ചർച്ച ചെയ്യാനാണ് ഇത് രൂപം കൊണ്ടത് മെയിൻ ആയിട്ട്. പക്ഷേ ഇപ്പൊ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം മാത്രമല്ല, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരത ഇവര് ചർച്ച ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരത എന്ന് പറയുന്നത് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം എന്ന് പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ സുസ്ഥിര വികസനത്തെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. സുസ്ഥിര വികസനം. ഓക്കെ, അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരത, കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം, സുസ്ഥിര വികസനം, ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്നിവയെക്കുറിച്ചെല്ലാം ആണ് ഈ G20 രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. ഇനി ഈ G20 നേതാക്കളുടെ ആദ്യത്തെ ഉച്ചകോടി ഇവര് G7 എന്ന് പറയുന്ന രീതിയിൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞു. ഇവരുടെ ആദ്യത്തെ മീറ്റിംഗ് അല്ലെങ്കിൽ ആദ്യത്തെ ഉച്ചകോടി നടക്കുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 2008 2008 അമേരിക്കയിൽ വെച്ചാണ് നടന്നത് കേട്ടോ. ആദ്യത്തെ G20 ഉച്ചകോടി നടക്കുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ്. 2008 അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് G20യുടെ ആദ്യത്തെ ഉച്ചകോടി നടക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളുടെ പ്രതിനിധിയായിട്ട് പോകുന്നത് അവിടുത്തെ രാഷ്ട്രത്തലവനായിരിക്കും. രാജ്യങ്ങളുടെ പ്രതിനിധിയായിട്ട് പോകുന്നത് ആരായിരിക്കും? മീറ്റിംഗിൽ രാഷ്ട്രത്തലവനായിരിക്കും.
യൂറോപ്യൻ യൂണിയനിൽ നിന്നും പോകുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും യൂറോപ്യൻ കമ്മീഷനുമായിരിക്കും. യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ആരൊക്കെയാ പോകുന്നത്? യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് കേട്ടോ, യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അതുപോലെ യൂറോപ്യൻ കമ്മീഷനുമാണ് പോവുക. ഓക്കെ, അപ്പൊ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നും രാഷ്ട്രത്തലവന്മാരും യൂണിയന്റെ ഭാഗത്ത് നിന്നും സെൻട്രൽ ബാങ്കും കമ്മീഷനുമാണ്, യൂറോപ്യൻ സെൻട്രൽ ബാങ്കും യൂറോപ്യൻ കമ്മീഷനുമാണ് ഈ G20 ഉച്ചകോടിയിൽ പ്രതിനിധികളാവുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് G20 ഉച്ചകോടി 2023 വരാം. ഓക്കെ, പ്രധാനപ്പെട്ടതാണ് G20 ഉച്ചകോടി 2023 കാര്യങ്ങളാണ് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വച്ചേക്കണം. അപ്പൊ നമുക്കറിയാം G20 2023 എന്നും പറയുന്നത് എത്രാമത് ഉച്ചകോടി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18ാമത് ഉച്ചകോടി. ആദ്യം കാണിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു അവസാനം 18ാമത് ഉച്ചകോടി ആയിരുന്നു എന്ന് പറഞ്ഞ് അല്ലെ. അപ്പൊ എത്രാമത്തെ ഉച്ചകോടിയാണ് 2023 നടന്നത്? 18ാമത് G20 ഉച്ചകോടിയാണ് 2023 നടക്കുന്നത്. അപ്പൊ അത് ഇന്ത്യയിൽ നടന്നത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 9 to 10, 9-നും 10-നുമാണ് നടന്നത്. 2023 സെപ്റ്റംബർ 9, 10 തീയതികളിലായിട്ടാണ് നടന്നത്. ആതിഥേയത്വം വഹിച്ച രാജ്യം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ എവിടെയാണ്? ഡൽഹി. ഇന്ത്യയിൽ ഡൽഹിയിലാണ്. ഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ഭാരത് മണ്ഡപം പ്രഗതി മൈതാനത്തിലെ ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. 2023 സെപ്റ്റംബർ 9, 10 തീയതികളിലായി ഇന്ത്യയിൽ ഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിലാണ് G20 2023 ഉച്ചകോടി നടക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ G20 ഉച്ചകോടിയാണിത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ G20 ഉച്ചകോടിയാണ് G20 2023 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 2023 ഇന്ത്യയിലാണ് G20 ഉച്ചകോടി വേദിയായത്. 2022 എവിടെ വെച്ചിട്ടായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. എവിടെ വെച്ചിട്ടായിരുന്നു? ഇന്തോനേഷ്യയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇന്തോനേഷ്യയിൽ വെച്ചിട്ടായിരുന്നു 2022 നടന്നത്. ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് നടന്നത്. 2023 ഇന്ത്യയിലാണ്. ഇനി 2024 നടക്കാനിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് കേട്ടോ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 2024 നടക്കാനിരിക്കുന്നത്. അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. 2022 നടന്നത് ഇന്തോനേഷ്യയിലായിരുന്നു. 2023 നടന്നത് ഇന്ത്യയിലാണ്. 2024 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടക്കാനായിട്ട് പോകുന്നത്. ഇനി ഇന്ത്യയുടെ അധ്യക്ഷ കാലാവധി ചോദിക്കും. അധ്യക്ഷ കാലാവധി, അതായത് ഈ പറയുന്ന ഉച്ചകോടിക്ക് ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ സ്ഥിരമായിട്ട് ഒരു അധ്യക്ഷനല്ല. ഏതു രാജ്യത്താണോ ഉച്ചകോടി നടക്കുന്നത് ആ രാഷ്ട്രത്തിന്റെ തലവനായിരിക്കും അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഉച്ചകോടിയുടെ മുഴുവൻ സമയത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഉച്ചകോടി എവിടം മുതൽ എവിടം വരെയാണോ അതിന്റെ കാലാവധി, അത്രയും ദിവസം ഈ G20 ഉച്ചകോടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തലവനായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ആൾ ആരാണ്? നരേന്ദ്രമോദി അല്ലെ. അപ്പൊ നരേന്ദ്രമോദിയാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയാണ് കേട്ടോ ഇന്ത്യയുടെ, അല്ലെങ്കിൽ G20 2023 അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദിയാണ് അധ്യക്ഷൻ. ഏത് രാജ്യത്താണോ ആ രാജ്യത്തിലെ മെയിൻ ആളായിരിക്കും അധ്യക്ഷനായിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ നരേന്ദ്രമോദിയാണ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. അധ്യക്ഷ സ്ഥാനത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 2022 ഡിസംബർ 1 മുതൽ 2023
നവംബർ 30 വരെയാണ്. ഓക്കെ, 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെ ആയിരുന്നു നരേന്ദ്രമോദിയുടെ അധ്യക്ഷ കാലാവധി എന്ന് പറയുന്നത്. ഇപ്പൊ G20 ഉച്ചകോടിയുടെ അധ്യക്ഷ കാലാവധി ചോദിച്ചാൽ 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെ ആയിരുന്നു. അധ്യക്ഷനായിരുന്നത് ആരാണ്? നരേന്ദ്രമോദി. അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഡൽഹിയിൽ വച്ചാണ് നടന്നത് എന്നതും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടു അല്ലെ. ഇനി പ്രമേയം എന്തായിരുന്നു? 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വസുദൈവ കുടുംബകം. അതും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടു അല്ലെ. വസുദൈവ കുടുംബകം എന്നതായിരുന്നു ഇതിന്റെ പ്രമേയം. ഇതിന്റെ അർത്ഥം എന്താണ്? വസുദൈവ കുടുംബകം എന്നത് അർത്ഥം ചെയ്യുന്നത് എന്താണ്, മീൻ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒരു ഭൂമി, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ് വസുദൈവ കുടുംബകം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇതില് 21ാമത് അംഗമായത് ആര് ചോദിക്കും. ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആഫ്രിക്കൻ യൂണിയൻ അല്ലെ. 21ാമത് അംഗമായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആഫ്രിക്കൻ യൂണിയൻ ആണ് 21ാമത് അംഗമായിട്ട് G20യിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആഫ്രിക്കൻ യൂണിയന്റെ പ്രസിഡന്റ് ആരാന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കൂ. അസാലി അസോമാനി. കേട്ടോ, അസാലി അസോമാനിയാണ് ആഫ്രിക്കൻ യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ പേരൊന്ന് പഠിച്ചു വെച്ചേക്കൂ, പുതിയതായി ചേർന്നത് കൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ത്യയുടെ ലോഗോ എന്തായിരുന്നു? ഇന്ത്യയുടെ G20 ഉച്ചകോടിയുടെ ഒരു ലോഗോ ഉണ്ടായിരിക്കും. ഈ ലോഗോയിലുള്ള നിറം എന്ന് പറയുന്നത് നമ്മുടെ പതാകയുടെ നിറങ്ങളായ കുങ്കുമ നിറം ഉണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, G20 ഉച്ചകോടിയുടെ ഇന്ത്യയുടെ ലോഗോയിലുള്ള നിറങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? കുങ്കുമം ഉണ്ടായിരുന്നു, വെള്ളയുണ്ടായിരുന്നു, നീലയുണ്ടായിരുന്നു, പച്ചയുണ്ടായിരുന്നു. നമ്മുടെ പതാകയിലുള്ള, ദേശീയ പതാകയിലുള്ള നിറങ്ങൾ കുങ്കുമം, വെള്ള, നീല, പച്ച എന്നിവയായിരുന്നു ഇന്ത്യയുടെ ലോഗോയിലുള്ള നിറങ്ങൾ എന്ന് പറയുന്നത്. ഈ ലോഗോയുടെ സങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമി താമരപ്പൂവിൽ എന്നുള്ളതായിരുന്നു ഇതിന്റെ സങ്കല്പം. ഓക്കെ, പ്രപഞ്ചം താമരപ്പൂവിൽ എന്നുള്ളതായിരുന്നു ഈ ലോഗോയുടെ സങ്കല്പം എന്ന് പറയുന്നത്. ലോഗോയുടെ താഴെ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കാം കേട്ടോ. ലോഗോയിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? ഭാരത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ലോഗോയുടെ താഴെ എഴുതിയിട്ടുള്ളത് എന്താണ്? ഭാരത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഏതു ഭാഷയിലാണ് അല്ലെങ്കിൽ ഏത് ലിപിയിലാണെന്ന് ചോദിച്ചാൽ ദേവനാഗിരി ലിപിയിലാണ് കേട്ടോ ഭാരത്. ഓക്കെ, ഇന്ത്യയുടെ G20 ഉച്ചകോടിയുടെ ലോഗോയിൽ എഴുതിയ വാക്കെന്ന് പറയുന്നത് ഭാരത് എന്നാണ്. അത് ഏത് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്? ദേവനാഗിരി ലിപിയിലാണ് ഭാരത് എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് G20യുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? G20യുടെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ഇംഗ്ലീഷ്, അതുപോലെ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ദെൻ സ്പാനിഷ് കേട്ടോ. സ്പാനിഷ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് എന്നിവയാണ് G20യുടെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത്. ഇനി G20യിൽ അതിഥി രാജ്യങ്ങളായിട്ട് വന്നിരുന്നത് ആരൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. G20 ഉച്ചകോടിക്ക് അതിഥി രാജ്യങ്ങളായിട്ട് വന്നത് 9 രാജ്യങ്ങളാണ്. എത്ര രാജ്യങ്ങളാ? 9 രാജ്യങ്ങളാണ് അതിഥി രാജ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ് അതിഥി രാജ്യങ്ങൾ? ഒന്ന് ബംഗ്ലാദേശ്, 2 ഈജിപ്ത്, 3 മൗറീഷ്യസ്, 4 നൈജീരിയ, 5 സിംഗപ്പൂർ, 6 ഒമാൻ, 7 സ്പെയിൻ, 8 UAE, 9 നെതർലൻഡ്. ഓക്കെ,
നെതർലൻഡ് ആണ് കേട്ടോ, നെതർലൻഡ്. ഓക്കെ, അപ്പോൾ ഈ 9 രാജ്യങ്ങളാണ് G20 ഉച്ചകോടിക്ക് അതിഥികളായിട്ട് വന്നത്. ആരൊക്കെയാ? ബംഗ്ലാദേശ്, ഈജിപ്ത്, മൗറീഷ്യസ്, നൈജീരിയ, സിംഗപ്പൂർ, ഒമാൻ, സ്പെയിൻ, UAE, നെതർലൻഡ് എന്നീ രാജ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ഡൽഹി ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡൽഹി ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് G20 2023യുമായി ബന്ധപ്പെട്ടതാണ്. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ടേമാണ് ഡൽഹി ഡിക്ലറേഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഈ G20 2023യുടെ ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് ഉദയ്പൂരിലാണ് കേട്ടോ, ഉദയ്പൂർ. ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? ഉദയ്പൂരിലാണ്. രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടക്കുന്നത് എവിടെയാണ്? കുമരകമാണ്. ഇത് കേരളത്തിലായതുകൊണ്ട് തന്നെ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പരീക്ഷകളിൽ എല്ലാ പരീക്ഷകളിലും ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അപ്പൊ രണ്ടാമത്തെ ഷെർപ്പ സമ്മേളനം G20 2023യുടെ രണ്ടാമത്തെ ഷെർപ്പ സമ്മേളനം നടന്നത് കുമരകത്താണ് നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ചോദിക്കാവുന്ന അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, G20യുടെ രണ്ടാമത് സ്ത്രീ ശാക്തീകരണ യോഗം. ഓക്കെ, രണ്ടാമത് G20 സ്ത്രീ ശാക്തീകരണ യോഗം നടന്നത് എവിടെയാണ്? സ്ത്രീ ശാക്തീകരണ യോഗം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. G20യുടെ രണ്ടാമത് സ്ത്രീ ശാക്തീകരണ യോഗം നടക്കുന്നത് തിരുവനന്തപുരമാണ്. ഇത് കേരളത്തിലായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുമരകവും തിരുവനന്തപുരവും ഓർത്തിരിക്കണം. ഇനി അതുപോലെ 2023 G20യിൽ ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു പുതിയ ട്രേഡ് റൂട്ട് ഉണ്ട്. അപ്പോൾ ഏതാണ് ആ ട്രേഡ് റൂട്ട് എന്ന് ചോദിച്ചാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നുള്ളതാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കേട്ടോ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു ട്രേഡ് റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയൊരു ട്രേഡ് റൂട്ടാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കൂ. ഇനി 2023 G20 സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യ പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് G20 ഇന്ത്യ. G20 ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്പാണ്. ഇന്ത്യ പുറത്തിറക്കിയതാണ് G20 ഉച്ചകോടിയോടനുബന്ധിച്ച്. അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഈ G20 2023 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പയായി നിയോഗിക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ ഷെർപ്പയായിട്ട് G20 ഉച്ചകോടിയുടെ ഇന്ത്യൻ ഷെർപ്പയായി നിയോഗിക്കപ്പെട്ടത് അമിതാഭ് കാന്ത് ആണ് കേട്ടോ. അമിതാഭ് കാന്ത് ആണ് ഇന്ത്യൻ ഷെർപ്പയായിട്ട് 2023 G20 ഉച്ചകോടിയുടെ ഇന്ത്യൻ ഷെർപ്പയായിട്ട് നിയോഗിക്കപ്പെട്ടത് അമിതാഭ് കാന്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി G20 സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്ന ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണ്? G20 സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് കേട്ടോ, ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 1 തിരുവനന്തപുരം, 2 ഗോവ, 3 ഹൈദരാബാദ്, 4 ഗാന്ധിനഗർ. അപ്പോൾ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം G20 സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നത് തിരുവനന്തപുരം, ഗോവ, ഹൈദരാബാദ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേട്ടോ, ഡിജിറ്റൽ ഇക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് കേട്ടോ, ഡിജിറ്റൽ ഇക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ 1 ലക്നൌവിൽ നടന്നിട്ടുണ്ട്, 2 ഹൈദരാബാദിൽ നടന്നിട്ടുണ്ട്, 3 പൂനെയിൽ നടന്നിട്ടുണ്ട്, 4 ബംഗളൂരുവിൽ നടന്നിട്ടുണ്ട്. ലക്നൗ, ഹൈദരാബാദ്, പൂനെ, ബംഗളൂരു എന്നീ 4 സ്ഥലങ്ങളിലാണ് ഡിജിറ്റൽ എക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ചോദ്യം നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ G20 സമ്മേളനത്തിന് വേദിയായ നഗരങ്ങൾ
ഏതാണ്, ശരിയായത് ഏതെന്നും പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എവിടേക്കാണ് G20യുടെ മീറ്റിംഗ് നടന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മീറ്റിംഗ് നടന്ന പ്ലേസസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ബംഗളൂരു, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ബംഗളൂരു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ബംഗളൂരുവിൽ വെച്ച് നടന്നിട്ടുണ്ട്. 2 ചണ്ഡീഗഡ് കേട്ടോ, ചണ്ഡീഗഡിൽ വെച്ച് നടന്നിട്ടുണ്ട്. 3 ചെന്നൈയിൽ വെച്ച് നടന്നിട്ടുണ്ട്. 4 ഗുവാഹത്തി, ഗുവാഹത്തിയിൽ നടന്നിട്ടുണ്ട്. 5 ഇൻഡോറിൽ വെച്ച് നടന്നിട്ടുണ്ട്. 6 ജോധ്പൂരിൽ വെച്ച് നടന്നിട്ടുണ്ട്. ദെൻ 7 ഖജുരാഹോയിൽ വെച്ച് നടന്നിട്ടുണ്ട്. 8 കൊൽക്കത്തയിൽ വെച്ച് നടന്നിട്ടുണ്ട്. 9 ലക്നൗ, ഇപ്പം നമ്മളിവിടെ കണ്ടു, ലക്നൌവിൽ വെച്ച് നടന്നിട്ടുണ്ട്. 10 മുംബൈയിൽ വെച്ച് നടന്നിട്ടുണ്ട്. 11 പൂനെയിൽ വെച്ച് നടന്നിട്ടുണ്ട്. ദെൻ റാൻ ഓഫ് കച്ചിൽ വെച്ച് നടന്നിട്ടുണ്ട് കേട്ടോ, റാൻ ഓഫ് കച്ചിൽ വെച്ച് നടന്നിട്ടുണ്ട്. ദെൻ അടുത്തത് ഉദയ്പൂർ, ഇപ്പം നമ്മൾ കണ്ടു, ഉദയ്പൂരിൽ വെച്ച് നടന്നിട്ടുണ്ട്. ദെൻ അടുത്തത് ഗുരുഗ്രാമിൽ വെച്ച് നടന്നിട്ടുണ്ട്. ദെൻ അടുത്തത് രാംനഗർ. നെക്സ്റ്റ് ഹൈദരാബാദ്. ദെൻ ഗാന്ധിനഗർ. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടന്നത്. ഓക്കെ, അപ്പോൾ G20 2023യുടെ ഉച്ചകോടിയുടെ മീറ്റിംഗ് നടന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 17 നഗരങ്ങളുണ്ട്. ബംഗളൂരു, ചണ്ഡീഗഡ്, ചെന്നൈ, ഗുവാഹത്തി, ഇൻഡോർ, ജോധ്പൂർ, ഖജുരാഹോ, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, പൂനെ, റാൻ ഓഫ് കച്ച്, ഉദയ്പൂർ, ഗുരുഗ്രാം, രാംനഗർ, ഹൈദരാബാദ്, ഗാന്ധിനഗർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ മീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ വെച്ച് നടന്ന സ്ഥലങ്ങൾ, കേരളത്തിൽ വെച്ച് നടന്ന മീറ്റിങ്ങുകൾ ഏതൊക്കെ സ്ഥലത്തായിരുന്നു എന്നുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞ തിരുവനന്തപുരത്ത് എന്തൊക്കെയായിരുന്നു നടന്നത്? രണ്ടാമത്തെ G20യുടെ സ്ത്രീ ശാക്തീകരണം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാന്ന് പറഞ്ഞല്ലേ. രണ്ടാമത്തെ സ്ത്രീ ശാക്തീകരണം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. കൂടാതെ ആദ്യത്തെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നതും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ആദ്യത്തെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നതും എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. പിന്നെ അടുത്ത സ്ഥലമാണ് കേരളത്തിലെ കുമരകത്ത് വെച്ച് നടന്നത് എന്താണ്? രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്ത് വെച്ചിട്ടാണ്. ദെൻ അടുത്തത് കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. കൊച്ചിയിൽ വെച്ച് നടന്ന മീറ്റിംഗ് എന്താണ്? മൂന്നാമത് ഫ്രെയിം വർക്കിംഗ് ഗ്രൂപ്പാണ് കേട്ടോ. ഫ്രെയിം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ കേരളത്തിൽ വെച്ച് G20 ഉച്ചകോടി നടന്ന വേദികൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കുമരകം, കൊച്ചി എന്നിവിടങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ G20യുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, G20യുമായി ബന്ധപ്പെട്ട്. നോക്കിക്കേ, ആദ്യം തന്നിരിക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. നമ്മൾ വേദി പറഞ്ഞല്ലോ, ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ഭാരത് മണ്ഡപം കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ 1 ശരിയാണ്. അടുത്തത് ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഏത് രാജ്യത്ത് വെച്ചാണോ നടക്കുന്നത് ആ രാജ്യത്തിന്റെ തലവനായിരിക്കും ചെയർമാൻ. സോ നരേന്ദ്രമോദിയാണ് ചെയർമാൻ. പിന്നെ പ്രമേയം വസുദൈവ കുടുംബകം എന്നാണ് എന്ന് പറഞ്ഞല്ലേ. പ്രമേയം വസുദൈവ കുടുംബകമാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന അർത്ഥം വരുന്ന വസുദൈവ കുടുംബകം. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു, നമ്മൾ പറഞ്ഞതാണ് അല്ലെ. 2023 G20 ഉച്ചകോടി എന്ന് പറയുന്നത് 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അപ്പൊ തന്നിരിക്കുന്ന 4 എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? ഉത്തരം ഓപ്ഷൻ D ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലേ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? കേരളത്തിലെ എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടന്നത് എവിടെയൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? കുമരകം, കൊച്ചി, തിരുവനന്തപുരം. ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ. കോവളം, മൂന്നാർ, കുമരകം, മലമ്പുഴ. ഉത്തരം ഏതാ? ഓപ്ഷൻ ബി ആണ്. കുമരകത്ത് വെച്ചിട്ടാണ് നടന്നത്. കണ്ടോ? അപ്പൊ ഇതുപോലെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എല്ലാ പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തന്ന ഒരു പോയിന്റ് പോലും വിട്ടുകളയാതെ മുഴുവനായിട്ടും നോട്ട് എഴുതി പഠിച്ചു വച്ചേക്കാം. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക്
ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്തേക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്